ഇന്ത്യക്കും ഇറാനും ഇടയിൽ ചബഹർ പോർട്ട് ഡീൽ നടന്നതിനു ശേഷം ഇന്ത്യക്ക് സാമ്പത്തിക ഉപരോധനം നൽകുമെന്ന് അമേരിക്ക ഒരു ഭീഷണി രൂപത്തിൽ പറഞ്ഞു. ഇതിന് ഇന്ത്യയുടെ ജയശങ്കർ മികച്ച ഒരു മറുപടി നൽകി. അതുപോലെ നാറ്റോയിൽ എപ്പോഴാണ് ഉക്രൈൻ ചേരേണ്ടതെന്നതിന്റെയും ഒരു സുപ്രധാന മറുപടി ബ്ലിങ്കൻ ഉക്രൈനിലേക്ക് പോയതിനു ശേഷം വന്നിരുന്നു. ഇതെല്ലാം വിശദമായി ഈ വീഡിയോയിലൂടെ കാണാം. ഒന്നാമതായി, ഉക്രൈൻ എപ്പോഴാണ് നാറ്റോയിൽ ചേരുക? ഉക്രൈൻ നാറ്റോയിൽ ചേരുമോ ഇല്ലയോ എന്നതിനെക്കുറിച്ച് നിരവധി ചോദ്യങ്ങളുണ്ട്. ബ്ലിങ്കന്റെ ഉക്രൈനിലേക്കുള്ള അപ്രതീക്ഷിത സന്ദർശനത്തിന് ശേഷം യുഎസിൽ നിന്നും ഉക്രൈനിൽ നിന്നും നിരവധി പ്രഖ്യാപനങ്ങൾ വന്നു. റഷ്യയ്ക്ക് എതിരെയുള്ള പോരാട്ടത്തിൽ ഉക്രൈനെ പിന്തുണയ്ക്കുമെന്ന് ബ്ലിങ്കൻ ഇന്നലെ പ്രഖ്യാപിച്ചു. ഉക്രൈൻ നാറ്റോയിൽ ചേരാൻ സാധ്യമായ എല്ലാ വഴികളും അമേരിക്ക തേടുന്നതായും ഉക്രൈൻ പറഞ്ഞു. ഈ യുദ്ധത്തിൽ വിജയിച്ചാൽ മാത്രമേ ഉക്രൈൻ നാറ്റോയിൽ ചേരൂവെന്ന് ഉക്രൈൻ പ്രഖ്യാപിച്ചു. ഈ യുദ്ധത്തിൽ ഉക്രൈൻ വിജയിച്ചാൽ അത്ര പെട്ടെന്ന് നാറ്റോയിലേക്ക് ചേരാൻ സാധിക്കുമോ? എല്ലാ നാറ്റോ രാജ്യങ്ങളും സമ്മതിക്കുകയാണെങ്കിൽ മാത്രമേ ഉക്രൈന് നാറ്റോയിൽ ചേരാൻ സാധിക്കുകയുള്ളൂ. എന്നാൽ പല നാറ്റോ രാജ്യങ്ങളും ഉക്രൈന് എതിരാണ്. പ്രധാനമായും ഉക്രൈൻ നാറ്റോയിൽ ചേരാൻ തുർക്കി ആഗ്രഹിക്കുന്നില്ല. അതിനാൽ നാറ്റോയിൽ ചേരുക എന്നത് ഉക്രൈൻ ഒരു സ്വപ്നം മാത്രമാണ്. അത് നടക്കാൻ പോകുന്നില്ല. അതുപോലെ യുഎസും ഇസ്രായേലും തമ്മിൽ ഒരു സ്തംഭനാവസ്ഥയുണ്ട്. ആദ്യം ബൈഡൻ ഭരണകൂടം പറഞ്ഞത് ഇസ്രായേലിനെ റാഫയിലേക്ക് ക്ഷണിച്ചാൽ ഞങ്ങൾ ഇസ്രായേലിന് ആയുധങ്ങൾ നൽകില്ല എന്ന് പ്രഖ്യാപിച്ചു. തുടർന്ന് ഇസ്രായേലിന് $1 ബില്യൺ സൈനിക സഹായം നൽകുമെന്ന് അമേരിക്ക ഇന്നലെ പ്രഖ്യാപിച്ചു. കൂടാതെ അവരുടെ ടാങ്കുകൾക്ക് $700 മില്യൺ വെടിമരുന്ന് നൽകുമെന്നും യുഎസ് പ്രഖ്യാപിച്ചു. അടുത്ത മണിക്കൂറുകൾക്കുള്ളിൽ അമേരിക്കയിൽ നിന്നും മറ്റൊരു അറിയിപ്പ് വന്നു. ഇസ്രായേലിലേക്ക് പോകുന്ന സൈനിക സഹായം തടയാൻ തനിക്ക് പൂർണ്ണ അധികാരമുണ്ടെന്നും ബൈഡൻ പറഞ്ഞു. ഇവർ തന്നെ ആയുധങ്ങൾ കൊടുക്കുന്നുണ്ട്. ആയുധങ്ങൾ ഞങ്ങൾക്ക് നൽകാൻ കഴിയാതിരിക്കുമെന്നും അവർ തന്നെ പറയുന്നു. ഈ ആയുധങ്ങൾ ഉപയോഗിച്ച് നിങ്ങൾ അറ്റാക്ക് ചെയ്താൽ അതിനുശേഷം ആയുധങ്ങളൊന്നും നൽകില്ല എന്നും അമേരിക്ക പറയുന്നു. ഇവിടെ അമേരിക്ക വലിയൊരു കളിയാണ് കളിക്കുന്നത്. ഈ ഒരു സമയത്ത് UK എന്താണ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, ഇസ്രായേൽ റാഫയെ ആക്രമിച്ചാലും തങ്ങൾക്കും ഇസ്രായേലിനും ഇടയിൽ യാതൊരു പ്രശ്നവും വരാൻ പോകുന്നില്ല. അവർ ഭൂമി കയ്യേറിയാലും ഞങ്ങൾ അവർക്ക് ആയുധങ്ങൾ നൽകും. ഇതിലും കൂടുതൽ ആയുധങ്ങൾ നൽകാൻ തയ്യാറാണെന്ന് UK ഉപപ്രധാനമന്ത്രി ഡൌഡൻ പറഞ്ഞു. മറ്റൊരു ഭാഗത്ത് ആയുധങ്ങൾ നൽകില്ല എന്ന് അമേരിക്കയുടെ നിലപാട്. എന്നാൽ പരോക്ഷമായി അവർ UK വഴി സഹായിക്കുന്നുമുണ്ട്. ഇത് UKയിൽ നിന്നുള്ള ഒരു പ്രത്യേക തീരുമാനമായി, അവരുടെ തീരുമാനമായി പുറത്തുനിന്ന് കാണുന്നവർക്ക് തോന്നിയേക്കാം. പക്ഷെ ഇതിനെല്ലാം പിന്നിൽ അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും വലിയൊരു കളി തന്നെ നടക്കുന്നുണ്ട്. ഇത് കൂടാതെ UK പറഞ്ഞ മറ്റൊരു കാര്യം, ഇതുവരെയും ഇസ്രായേൽ ഒരു റെഡ് ലൈനും ക്രോസ് ചെയ്തിട്ടില്ല. ക്രോസ് ചെയ്തതുപോലെ തോന്നുന്നില്ല. അങ്ങനെ റെഡ് ലൈൻ ക്രോസ് ചെയ്താൽ കൂടിയും ആയുധങ്ങൾ നൽകാൻ തയ്യാറാണെന്നാണ് പറഞ്ഞത്. ഇങ്ങനെ ഇസ്രായേലിന് വലിയൊരു പിന്തുണ തന്നെ പോകുന്നുണ്ട്. ഇന്ത്യയെ സംബന്ധിച്ച് ചബഹർ ഇടപാടിന് ശേഷം ഉപരോധനത്തിന്റെ ഭാഗമാകുമെന്ന് അമേരിക്ക അറിയിച്ചു. ഇതിന് ജയശങ്കർ പറഞ്ഞ മറുപടി, ഞങ്ങളുടെ താല്പര്യങ്ങൾക്ക് ഇത് ശരിയാണ്. അതിനാൽ ആരുടെ വാക്ക് കേട്ടും ഞങ്ങൾ ഇത് മാറ്റാൻ പോകുന്നില്ല. ഇതേ അമേരിക്ക ചബഹർ ഇടപാടിനെ വലിയ രീതിയിൽ ഞങ്ങളെ പിന്തുണച്ചിരുന്നു. അതിനെ വലിയ കാര്യമായി കണ്ട് ഞങ്ങളെ അഭിനന്ദിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ അതേ അമേരിക്ക അവരുടെ നിലപാടിപ്പോൾ മാറ്റി. അത് ഞങ്ങളുടെ പ്രശ്നമല്ല, അത് അമേരിക്കയുടെ പ്രശ്നമാണ്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇത് ഇന്ത്യയുടെ വികസനം മാത്രമല്ല, മിഡിൽ ഈസ്റ്റ്, മധ്യേഷ്യ, അഫ്ഗാനിസ്ഥാൻ തുടങ്ങിയ രാജ്യങ്ങൾക്ക് ഈ പദ്ധതി വളരെ പ്രധാനപ്പെട്ടതാണ്. ഞങ്ങൾ ചബഹർ കരാർ വികസിപ്പിക്കുകയാണ്. ഏതാനും വർഷങ്ങളായി ഇത് വികസിപ്പിക്കാൻ ഞങ്ങളെ കൊണ്ടായില്ല. ഇക്കാരണത്താൽ ഞങ്ങളൊരു ദീർഘകാല കരാറിൽ പോയിട്ടു. ഇതല്ലാതെ മറ്റു കാരണങ്ങളൊന്നുമില്ല. അമേരിക്ക അനാവശ്യമായി ഇതൊരു വലിയ പ്രശ്നമാക്കുകയാണ്. ഇങ്ങനെ അമേരിക്കയ്ക്ക് ഒരു മറുപടി നൽകി. അടുത്തത്, കാർഖീവ് മേഖലയിലെ യുദ്ധം വളരെ വലുതായി. BBC ഒരുപാട് റിപ്പോർട്ടുകൾ പുറത്തുവിട്ടിരുന്നു. ഉക്രൈൻ പട്ടാളക്കാർ റഷ്യൻ സൈന്യത്തിന് മുന്നിൽ കീഴടങ്ങുകയാണ്. ചില സ്ഥലങ്ങളിൽ ഒരു വെടിയുണ്ട പോലും ഉതിർക്കാതെ ഉക്രൈൻ സൈന്യം കീഴടങ്ങിയിട്ടുണ്ട്. മുൻനിരയിലെ സ്ഥിതി കൂടുതൽ വഷളായിക്കൊണ്ടിരിക്കുകയാണ്. ഉക്രൈന്റെ അഭിപ്രായത്തിൽ ആളുകളുടെ എണ്ണം കുറവാണ്. മുൻനിരയിൽ പോരാടാൻ കഴിയുന്നവരുടെ എണ്ണം വളരെ കുറവാണ്. മാത്രവുമല്ല, US നിന്നുള്ള സഹായം വൈകുകയും ചെയ്യുന്നു. ഇതുവരെയും സഹായം വന്നിട്ടില്ല, നൽകുമെന്ന് മാത്രമേ പറയുന്നുള്ളൂ. ആയുധങ്ങൾ ഇതുവരെ മുൻനിരയിൽ എത്തിയിട്ടില്ല. ഇതെല്ലാം കാണുമ്പോൾ കാർഖീവ് മേഖലയിൽ റഷ്യയുടെ നേട്ടം വളരെ കൂടുതലാണ്. ഇന്നലെ 90 ചതുരശ്ര കിലോമീറ്റർ പിടിച്ചെടുത്ത അവർ അടുത്ത 12 മണിക്കൂറിനുള്ളിൽ ഉക്രൈന്റെ 60 ചതുരശ്ര കിലോമീറ്റർ പിടിച്ചെടുത്തു. ഒരു വാഹന വ്യൂഹം ഒരു റോഡിലൂടെ പോകുന്നത് പോലെ അവർ ഉക്രൈനിയൻ ഗ്രാമങ്ങളിലെ പ്രധാനപ്പെട്ട ജനവാസ കേന്ദ്രങ്ങൾ എളുപ്പത്തിൽ പിടിച്ചെടുത്തു. മാത്രമല്ല, ഉക്രൈൻ പട്ടാളക്കാർ പ്രതിരോധത്തിനായി വീണ്ടും വീണ്ടും വന്നുകൊണ്ടിരിക്കുന്നു. ഇന്നലെ നടന്ന ആ ഒരു ആക്രമണത്തിൽ കാർഖീവ് മേഖലയിൽ 20-ലധികം പേർക്ക് പരിക്കേറ്റു. ആളപായമൊന്നുമില്ല. ഉക്രൈൻ ഇപ്പോൾ ചെയ്യുന്നത്, ഉക്രൈൻ സൈനികർ റഷ്യൻ സൈന്യത്തിന് മുന്നിൽ കീഴടങ്ങുകയാണ്. കാർഖീവ് മേഖലയിൽ നിന്ന് അവർ നിരവധി സൈനികരെ മറ്റ് സ്ഥലങ്ങളിലേക്ക് മാറ്റാൻ തുടങ്ങിയിട്ടുണ്ട്. ഇത് ആ മേഖലയിൽ റഷ്യയ്ക്ക് വലിയ നേട്ടമുണ്ടാക്കി. അവർക്ക് വളരെ എളുപ്പത്തിൽ കടന്നു വരേണ്ട വഴിയുണ്ടാക്കി. എന്നാൽ സുമി മേഖലയിൽ ഉക്രൈൻ തങ്ങളുടെ സൈനികരെ കൂട്ടാൻ തുടങ്ങി. ഇതിന് പ്രധാന കാരണം റഷ്യയുടെ അടുത്ത ലക്ഷ്യം സുമി ആയിരിക്കും. അവർ കാർഖീവ് പ്രദേശം പിടിച്ചെടുത്താൽ 2022 ചെയ്തതുപോലെ ഇപ്പോൾ പിടിച്ചെടുക്കുകയാണെങ്കിൽ അടുത്ത ലക്ഷ്യം സുമി ആയിരിക്കും. അതിനാൽ ഉക്രൈൻ സുമിയെ ശക്തിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു. ഇതാണ് അവിടെ സൈനികരെ കൂട്ടാൻ കാരണം. അടുത്തത്, സമാധാന ചർച്ചയ്ക്ക് റഷ്യ ഇപ്പോഴും തയ്യാറല്ല. എന്നാൽ ഉക്രൈനും അമേരിക്കയും ഈ സമാധാന ചർച്ചയോട് യോജിക്കുന്നില്ല എന്ന് റഷ്യ വീണ്ടും ഉക്രൈനെതിരെ ഒരു ആരോപണം ഉന്നയിച്ചു.
അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അവർ എങ്ങനെയെങ്കിലും റഷ്യ ഒറ്റപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു. പുടിനെ ശിക്ഷിക്കാനാണ് ആഗ്രഹിക്കുന്നത്. റഷ്യക്കാരെ ശിക്ഷിക്കാനാണ് അവർ ആഗ്രഹിക്കുന്നത്. ഈ യുദ്ധത്തിനുള്ള ഏക പ്രേരണയും ഇത് തന്നെയാണ്. ഇത് ഉക്രൈന് തിരിച്ചടിയാകും. ഇരുപക്ഷത്തിനും പ്രശ്നങ്ങളില്ലാത്ത ഒരു സമാധാന കരാറിൽ എത്തുന്നതുവരെ യുദ്ധം അവസാനിക്കില്ല. ഈ യുദ്ധം അവസാനിച്ചില്ലെങ്കിൽ ഉക്രൈൻ പല വർഷം പിന്നിലേക്ക് പോകേണ്ടി വരും. അവരുടെ ഭാവി തന്നെ ഒരു ചോദ്യചിഹ്നമായി മാറുമെന്ന് ഒരു മുന്നറിയിപ്പ് കൊടുത്തിട്ടുണ്ട്. അതേസമയം സമാധാന ചർച്ചയ്ക്ക് ഞങ്ങൾ തയ്യാറാണ്. ഇരുപക്ഷത്തിനും യാതൊരു പ്രശ്നവുമില്ലാതെ പോകാൻ ഒരു പീസ് പ്ലാൻ തയ്യാറാക്കണമെന്ന് റഷ്യ ഇൻഡയറക്റ്റായി തന്നെ ഒരു അറിയിപ്പ് നൽകിയിട്ടുണ്ട്. പക്ഷേ ഇവിടെ പാശ്ചാത്യ രാജ്യങ്ങൾ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചാൽ അവർ ക്രീമിയെ വീണ്ടും ചോദ്യം ചെയ്യാൻ തുടങ്ങും. അതിലും സെലൻസ്കി ക്രീമിയ ഇല്ലാതെ യുദ്ധം അവസാനിക്കില്ല എന്നും ഈ സമാധാന ചർച്ചയോട് ഞങ്ങൾ സമ്മതിക്കില്ല എന്നും വളരെയധികം സമ്മർദ്ദം ചെലുത്തുന്നുണ്ട്. അദ്ദേഹം ക്രീമിയെക്കുറിച്ച് തുടരെ സംസാരിച്ചു കൊണ്ടിരുന്നാൽ യുദ്ധം അവസാനിക്കില്ല. റഷ്യയെ ക്ഷണിക്കാതെ ഉക്രൈൻ നിരവധി സമാധാന സമ്മേളനങ്ങൾ നടത്തുന്നുണ്ട്. പ്രശ്നമുള്ള നാടുകളെ വിളിക്കാതെ അവരെ മുഴുവനായും ഒഴിവാക്കി ഒരു സമാധാന ചർച്ച നടത്തുന്ന നാട് ഒരുപക്ഷെ ഉക്രൈൻ മാത്രമേ കാണുകയുള്ളൂ. കാർഖീവിലെ ആക്രമണത്തിനെതിരെ സെലൻസ്കി തന്റെ വിദേശയാത്രകൾ പലതും റദ്ദാക്കിയിട്ടുണ്ട്. ഇന്ന് സ്പെയിനിലേക്ക് പോകേണ്ടതായിരുന്നു. എന്നാൽ കാർഖീവ് കടുത്ത സമ്മർദ്ദത്തിലായതുകൊണ്ട് അദ്ദേഹം ആ ഒരു യാത്രയും റദ്ദാക്കി. മുൻനിരയിലെ സ്ഥിതിഗതികൾ നിരീക്ഷിക്കാനും തുടങ്ങി. ഇന്നത്തെ വീഡിയോ ഇതോടുകൂടി അവസാനിച്ചു. ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റിൽ പറയുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.